സനോജ്, നമ്മൾ ഇനി ഇതിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ എത്തിയത് മുതൽ അസ്വാരസ്യങ്ങളാണ്. ആദ്യം വന്ന കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വത്തിൽ ഒക്കെയുള്ള ആളുകൾ വരെ, ഇതിനൊരു മുൻ MLA വരെ ഷെയർ ചെയ്തിരുന്നു. അതിന്റെ അന്വേഷണം എവിടെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ട്. ഏത് നടപടി വരെ മുന്നോട്ട് പോയി എന്ന ചോദ്യം. നോക്കൂ, ഈ സമീപകാലത്താണ് വടകര അങ്ങാടിയിൽ വെച്ച് ഷാഫി പറമ്പിൽ തടയപ്പെടുന്നത്. ഷാഫി പറമ്പിൽ എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി തടഞ്ഞ ആളുകളുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സംഭവം വന്നത്. ഇത് മൂന്നാമത്തെ സംഭവ വികാസമാണ്. വളരെ കാലമായി കോൺഗ്രസിന് നിയമസഭാ അംഗങ്ങൾ ഇല്ലാത്ത ജില്ലയാണ് കോഴിക്കോട്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ നിങ്ങളുടെ കുത്തക സീറ്റുകളാണ്, കൂത്തുപറമ്പും തലശ്ശേരിയും അടക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഷാഫി ഷോയാണ് നടത്തുന്നത് എന്ന് നേരത്തെ സനോജ് പറഞ്ഞല്ലോ. ഷാഫിക്ക് ഷോ നടത്താനുള്ള സ്റ്റേജ് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തോ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് രാഷ്ട്രീയമായി ഗുണമാണോ ദോഷമാണോ എന്ന് യഥാർത്ഥത്തിൽ ആലോചിക്കുന്നുണ്ടോ? വൈകാരികത മാത്രമല്ലല്ലോ രാഷ്ട്രീയം. അഭിലാഷേ, വൈകാരികതയല്ല രാഷ്ട്രീയം. അതിപ്പോൾ നമുക്കറിയാലോ എന്തൊക്കെ വൈകാരികതയാണ് അവർ അവതരിപ്പിക്കുന്നത് എന്ന്. ഞാൻ ഓരോ കാര്യത്തിനും മറുപടി പറയാം. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നൗഷാദ് പറഞ്ഞത് ബംഗാളിലെ നന്ദിഗ്രാമിനെ കുറിച്ചൊക്കെ പറയുകയാണല്ലോ. പോലീസ് സേനയെ ഉപദേശിക്കുകയാണ്. ആരാ ഉപദേശിക്കുന്നത്? കോൺഗ്രസ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് കേരളത്തിലെ പോലീസിനെ ഉപദേശിക്കാൻ വല്ല അവകാശമുണ്ടോ? കോൺഗ്രസിന്റെ ഭരണകാലത്ത് പോലീസ് എന്തായിരുന്നു എന്ന് തെളിയിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ വിശദീകരിക്കണോ? ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ നിയമസഭയിൽ അന്ന് നടത്തിയ പ്രസംഗമുണ്ട് അല്ലേ? ചോര ഉറ്റുന്ന ഷർട്ടുമായിട്ട് നിയമസഭയിൽ പോവേണ്ടി വന്ന ഒരു MLA. അതൊന്നും കാലം മറന്നിട്ടില്ല. നൗഷാദ് അലി, നിങ്ങൾ പറഞ്ഞല്ലോ വലിയ നല്ല പോലീസായിരുന്നു UDFന്റെ പോലീസ് എന്ന്. ഈ പാവപ്പെട്ട ആദിവാസികളുണ്ടല്ലോ, ഈ CK ജാനു സംഘവും അവിടെ സമരം നടത്തിയപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് നിങ്ങളുടെ പോലീസ് അവിടെ പെരുമാറിയത്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് രാജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പിടിച്ചുകൊണ്ടുവരും നിങ്ങൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ മൃതശരീരം വിട്ടുകൊടുത്തോ? ഈച്ചരവാര്യർ എന്നൊരു അച്ഛൻ എത്ര കാലമാണ് ആ മൃതശരീരം ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നത്? നിങ്ങൾ കൊടുത്തോ? അപ്പോൾ കരുണാകരൻ്റെ പോലീസും ആന്റണിയുടെ പോലീസും ഉമ്മൻചാണ്ടിയുടെ പോലീസും നിങ്ങളെ നേരത്തെ ഭരിച്ചപ്പോൾ ഉണ്ടായ പോലീസെല്ലാം ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാലത്തെ വലിയ നല്ല മെച്ചപ്പെട്ട പോലീസ് ഫ്രീ ആയിട്ട് കോൺഗ്രസിന്റെ ഉപദേശം അതവിടെ വെച്ചാൽ മതി. പിന്നെ ഷാഫിയുടെ ഷോയിനെ കുറിച്ച് പറഞ്ഞു. ഷാഫിയെ എന്തിനാ വടകരയിൽ ഷാഫി ഒരു പ്രതിഷേധം നേരിട്ടത്? എന്തായിരുന്നു അതിന്റെ സംഭവം? ഷാഫിയുടെ കൂട്ടുകാരനുണ്ടല്ലോ മറ്റേ രാഹുൽ മാങ്കൂട്ടം. ആ രാഹുൽ മാങ്കൂട്ടുമായി വരുന്ന ബന്ധപ്പെട്ട ആരോപണങ്ങൾ നിരവധി പെൺകുട്ടികൾ നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ വിളിച്ച്, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചും അവരിങ്ങോട്ട് പറഞ്ഞും എല്ലാം കൂടി ഈ പബ്ലിക് ഡൊമൈൻ ഉണ്ടായിട്ട് കുറെ ഇപ്പോഴും കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. കരച്ചിലാണ്. ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുന്നു, നടത്തിയിട്ടില്ലെങ്കിൽ നിന്നെ കൊന്നുകളയുമെന്ന് പറയുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഒരു MLAക്കെതിരായി ഇത്ര ഗൗരവമായ ആരോപണം ഉണ്ടായപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ജനപ്രതി വരുന്നു. ആ ജനപ്രതിയുടെ പേരാണ് ഷാഫി പറമ്പിൽ. ആ ഷാഫി പറമ്പിൽ പോകുന്ന വഴിയിൽ ആള് ചോദിച്ചു, എന്താ ഈ ന്യായീകരണം, അത് ശരിയാണോ എന്ന് ചോദിക്കാനുള്ള ജനാധിപത്യ മര്യാദ, ജനാധിപത്യപരമായ അവകാശം ഈ നാടിനുണ്ട്. അത് ഇതുപോലെയുള്ള പെർവർട്ടുകളെ സംരക്ഷിക്കാൻ വേണ്ടി ജനപ്രതികൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവും. അവിടെയും ഷാഫി ഷോ കാണിച്ചു. അതുകൊണ്ടാണ് സനോജ് ഞാൻ ചോദിക്കുന്നത്, ആൾക്കൂട്ടത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോ ചോദിക്കാനുള്ള അവകാശമില്ലെന്ന് ചോദിച്ചാൽ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരാൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സഞ്ചരിക്കുന്ന ഒരാളെ തടയാൻ, അത് MP അല്ല സാധാരണ മനുഷ്യനായാലും വഴിയിൽ തടയാനുള്ള അവകാശം ആർക്കുമില്ല. അതിൽ ജനാധിപത്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് ആരാണെന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താവ് ആരാണ് എന്ന് ചിന്തിച്ചാൽ മതി. അതൊക്കെ കാലം തെളിയിക്കട്ടെ. അതൊക്കെ കാലം തെളിയിക്കട്ടെ. അല്ല, എനിക്ക് ബേജാറൊന്നുമില്ല. ഞാൻ തലക്കെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചവരാണ്. ശരി ശരി, അല്ല അദ്ദേഹം പറയട്ടെ, സനോജ് പറയട്ടെ, പറഞ്ഞു തീരട്ടെ. ഒന്നുമല്ല. ഒരു കാര്യം കൂടി അഭിലാഷേ, നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ ഷാഫി അവിടെ വന്നിറങ്ങിയ മുതൽ കുഴപ്പമെന്ന്. ഷാഫി അവിടെ വന്നിറങ്ങിയതിനു ശേഷം നടത്തിയിട്ടുള്ള വർഗീയ പ്രചരണം അല്ലേ, വാട്സപ്പിലും ഫേസ്ബുക്കിലും നടത്തിയ പ്രചരണം ഉണ്ടല്ലോ. ഷാഫി ചാരിയത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ആളല്ലേ ശിക്ഷിക്കപ്പെട്ടത്? കോടതി ശിക്ഷിച്ചു. പോലീസ് റിപ്പോർട്ട് മാത്രമല്ല, കോടതിയിൽ അകാരണമായി നിങ്ങൾ പിടിച്ചതാ. ഏത് സനോജെ കളവ് പറയണ്ട. അത് ആ കുട്ടി നിരപരാധിയാണെന്ന് വടകര SP തന്നെ പറഞ്ഞു. കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. അല്ല, കാഫിർ പോലീസ് അന്വേഷണം നടത്തി. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഒരു ന്യൂമാഹി സ്വദേശിയായ മുസ്ലിം ലീഗ് പ്രവർത്തകൻ എന്നാണ് എന്റെ ഓർമ്മ. അതായത് ശൈലജ ടീച്ചർ അവിടെ വന്നിറങ്ങിയ പാടെ
ശൈലജ ടീച്ചർ അവിടെ വന്നിറങ്ങിയ പാടെ ടീച്ചർക്കെതിരായി നടത്തിയിട്ടുള്ള വിദ്വേഷ പ്രചരണം, വർഗീയ പ്രചരണം, ലൈംഗിക ചൊവ്വയുള്ള വീഡിയോന്റെ പ്രചരണം, അതിന്റെ ഭാഗമായിട്ട് ശിക്ഷിക്കപ്പെട്ട ലീഗിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാവിന്റെ പേരെന്താണ്? നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളുടെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ശരി 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 അപവാദ ടീച്ചർക്ക് നേരെ അപവാദം ടീച്ചർ മാത്രമല്ല ഏത് സ്ത്രീക്ക് നേരെയും അപവാദം വന്നാൽ ഞങ്ങളൊന്നും അതിന് കൂട്ടുനിൽക്കില്ല. എന്റെ ചോദ്യം അതല്ല. ടീച്ചറെ ആരെങ്കിലും അപമാനിച്ചെങ്കിൽ അതിന് പ്രതികാരമായി കാഫിർ സ്ക്രീൻഷോട്ടാണോ കൊണ്ടുവരേണ്ടത്? സനോജ് അത് പറ. അതൊക്കെ നിങ്ങളെ CPM-ലെ ടീച്ചർക്കെതിരെ CPM-ലെ ഒരു ഗ്രൂപ്പ് നടത്തിച്ച പോരാളി ഷാജിയാണ് ഇതിന് പിന്നിൽ. ടീച്ചർക്കെതിരായ അപരാധം ഉണ്ടാക്കിയതിന് പിന്നിൽ പോരാളി കഴിഞ്ഞുപോയ കാര്യങ്ങളാണല്ലോ. അല്ല, ടീച്ചർക്കെതിരെ ആരെങ്കിലും ആരോപണം അതിന് കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കലാണോ സനോജ്? അതിന് മറുപടി പറയാം. ശരി, സനോജ് കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കാര്യം എന്തായി അത് പറ. ടീച്ചർക്കെതിരെ ആരെങ്കിലും അപവാദം പ്രചരിപ്പിച്ചാൽ, ലൈംഗിക ചുവയുള്ള ആരോപണം ഉന്നയിച്ചാൽ അതിന് മറുപടി കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കലാണോ? ശരി ശരി. അല്ല, അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിച്ചാൽ കേൾക്കുന്ന ആളുകൾക്ക് വ്യക്തമാവില്ലല്ലോ.